നവംബർ മാസം നമ്മളുടെ സംസ്ഥാനത്ത് സർക്കാർ പ്രഖ്യാപിച്ച ജനപ്രിയ പദ്ധതികൾ അമ്മമാർക്കുള്ള 1000 രൂപ, സംസ്ഥാനത്തെ യുവക്കൾക്ക് പ്രതിമാസം 1000 രൂപ ലഭിക്കുന്ന ക്ഷേമ പദ്ധതികൾ. പ്രിയമുള്ളവരെ, ഈ വീഡിയോ തീർച്ചയായിട്ടും മറക്കാതെ ശ്രദ്ധിക്കുക. കാരണം അപേക്ഷകരുടെ എണ്ണം വളരെ കുറവാണ്. ആനുകൂല്യം ഒരുപാട് ആളുകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഫെബ്രുവരി മാസം മുതൽ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 1000 രൂപ വീതം സർക്കാർ നൽകാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അധികം ആളുകൾ അപേക്ഷ വയ്ക്കാനില്ലാതിരുന്നത് കൊണ്ട് കൂടുതൽ പുതുക്കി മാർഗ്ഗരേഖകൾ പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഒരുപാട് ആളുകൾക്ക് അപേക്ഷ വെക്കാൻ സാധിക്കുന്നു. APL റേഷൻ കാർഡ് ഉള്ളവർക്കും ഇനി മുതൽ അപേക്ഷകൾ സമർപ്പിക്കാം. അപ്പോൾ അറിയിപ്പ് പൂർണ്ണമായിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുകയും വേണം. നമ്മളുടെ സംസ്ഥാനത്തെ വീട്ടമ്മമാർക്ക് പെൻഷൻ ലഭിക്കുന്ന പദ്ധതി, അതിൻ്റെ അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇതുകൂടാതെ സംസ്ഥാനത്തെ യുവാക്കൾക്ക് കണക്ട് ടു വർക്ക് എന്ന് പറയുന്ന സ്കോളർഷിപ്പ് പദ്ധതി, പ്രജ്വല എന്ന് പേരിട്ടിരിക്കുന്ന ഈ സ്കോളർഷിപ്പ് പദ്ധതി യുവതയ്ക്ക് വേണ്ടിയുള്ള ഏറ്റവും വലിയ ഒരു സഹായമായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഒരു വർഷത്തേക്കാണ് ഒരു വ്യക്തിക്ക് ധനസഹായം ലഭിക്കുക. അടുത്ത വർഷം മറ്റുള്ളവർക്കും അപേക്ഷ വയ്ക്കാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ പദ്ധതിയിൽ ഇളവുകളുള്ളത്. ഇതിൻ്റെ അടിസ്ഥാന യോഗ്യത +2 ആണ്. അതിനുശേഷമുള്ള ഏത് കോഴ്സുകളും, അതായത് ഡിഗ്രി കോഴ്സുകൾക്ക് ശേഷമോ അല്ലെങ്കിൽ PG കോഴ്സുകൾക്ക് ശേഷമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ കോഴ്സുകൾക്ക് ശേഷം നൈപുണ്യ പരിശീലനം നേടുന്നവർ, അതായത് നമ്മൾ BCom കോഴ്സൊക്കെ കഴിഞ്ഞ് ടാലി ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അതേ രീതിയിൽ മറ്റേതെങ്കിലുമൊക്കെ തൊഴിലധിഷ്ഠിതമായിട്ട് അല്ലെങ്കിൽ സ്കിൽ കോഴ്സുകൾ ചെയ്യുന്നവർക്കായിരിക്കും ഈ ധനസഹായത്തിൻ്റെ ഒരു ഓപ്ഷൻ ഉള്ളത്. മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ഏതെങ്കിലുമൊക്കെ കോഴ്സ് പാസ്സായ ശേഷം മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നത്, അതായത് ജോലിക്ക് വേണ്ടി മറ്റു പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവരുണ്ട്. സ്വമേധയാ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ പരിശീലന കേന്ദ്രങ്ങളിൽ പോയി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. എല്ലാവർക്കും അവസരമുണ്ടായിരിക്കും. ഇതിൽ നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർക്കുള്ള അപേക്ഷകൾ കൃത്യമായിട്ട് നമ്മൾ ഏത് വിദ്യാഭ്യാസ സ്ഥാപനത്തിലാണ്, അതായത് ഏത് സ്ഥാപനത്തിൽ നിന്നാണ് പരിശീലനം നേടുന്നത്, ആ സ്ഥാപനത്തിൽ നിന്ന് ഒരു അഫിഡവിറ്റ് ഉണ്ട്. അതിൻ്റെ മാതൃക നമ്മളുടെ ഈ ഒരു എംപ്ലോയ്മെൻറ്റ് വെബ്സൈറ്റിൽ ലഭ്യമാണ്. അത് ഡൗൺലോഡ് ചെയ്ത് എടുത്ത ശേഷം അത് പ്രിൻ്റ് എടുത്ത് കൃത്യമായിട്ട് സ്ഥാപന മേലധികാരിയിൽ നിന്ന് കൃത്യമായിട്ട് സൈനും സീലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ വാങ്ങണം. എങ്കിൽ മാത്രമേ അത് വാലിഡ് ആവുകയുള്ളൂ. ഇനി നമ്മൾ മത്സര പരീക്ഷകൾക്ക് സ്വമേധയാ തയ്യാറെടുക്കുന്നവരാണെങ്കിലും അല്ലാതെ അതായത് ബന്ധപ്പെട്ട ഏജൻസിയിലോ കേന്ദ്രങ്ങളിലോ പോയി തയ്യാറെടുക്കുന്നവരാണെങ്കിലും അത് ഏത് തരത്തിലുള്ള മത്സര പരീക്ഷകളായിക്കോട്ടെ, റെയിൽവേയുടെ ഉണ്ട്, കര, നാവിക, വ്യോമസേനകളുടെ ഉണ്ട്, അതോടൊപ്പം തന്നെ കേരള PSC അല്ലെങ്കിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് അല്ലെങ്കിൽ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ UPSC, അങ്ങനെ വിവിധ മേഖലകളിലേക്ക് അല്ലെങ്കിൽ ബാങ്കിങ് മേഖലയിലേക്ക് ഇവിടെ നമുക്ക് ജോലിക്ക് വേണ്ടിയുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ അതിലേക്ക് രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്ലിപ്പുകളും കൃത്യമായിട്ട് പ്രിൻ്റ് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ കൃത്യമായിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക. അത് കൃത്യമായിട്ട് സമർപ്പിച്ചെങ്കിൽ മാത്രമേ, അതോടൊപ്പം തന്നെ നമ്മൾ ഏതെങ്കിലും പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഹാൾ ടിക്കറ്റിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ നമ്മൾ പരീക്ഷയ്ക്ക് റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള അക്നോളജ്മെൻറ്റ് സ്ലിപ്പോ, അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മളുടെ കൈവശം ഉണ്ടായിരിക്കണം. അപ്പോൾ അത് നമ്മളുടെ കൈവശം ഉണ്ടെങ്കിലേ നമുക്ക് ഈ ഒരു അപേക്ഷ അപ്രൂവ് ആവുകയുള്ളൂ. അപേക്ഷകളെല്ലാം തന്നെ നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്കാണ് ഫോർവേഡ് ചെയ്യുന്നത്. അതായത് നമുക്കെല്ലാം എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ തൊഴിൽ കാർഡ് ഉണ്ടാകണം, ആക്റ്റീവായിട്ടുള്ള തൊഴിൽ കാർഡ് ആയിരിക്കണം. ആ തൊഴിൽ കാർഡ് രജിസ്ട്രേഷൻ ID ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് നമ്മുടെ അപേക്ഷകൾ വരുന്നു. അതിനുശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രേഖകളെല്ലാം ഉദ്യോഗസ്ഥർക്ക് കാണാൻ സാധിക്കുന്നു. ഇത് അവർ വാലിഡേറ്റ് ചെയ്ത് അപ്രൂവ് ചെയ്യുകയാണ്. ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ധനസഹായം കൈമാറുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് കൂടി ഒന്ന് ചെക്ക് ചെയ്യുക. അത് നമ്മുടെ ആധാറിൻ്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ആധാർ ബാങ്ക് അക്കൗണ്ട് സീഡിംഗ് സ്റ്റാറ്റസ് ഓക്കെ ആണെങ്കിൽ, ആക്റ്റീവ് ആണെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കും. 12,000 രൂപയാണ് ഒരു വർഷം നമുക്ക് ലഭിക്കുക. അതിനുശേഷം നമ്മൾ ഈ പദ്ധതിയിൽ നിന്ന് പുറത്തേക്ക് മാറുകയാണ്. അടുത്ത വ്യക്തികൾക്ക് അവസരം നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ സർക്കാർ വരുമാന പരിധി 5 ലക്ഷമാക്കി ഉയർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വരുമാന സർട്ടിഫിക്കറ്റ് എത്രയും വേഗം സംഘടിപ്പിക്കുക, അപേക്ഷകൾ സമർപ്പിക്കുക. 5 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള വ്യക്തികളിൽ നിന്ന് അപേക്ഷകൾ സ്വീകരിക്കുന്നുണ്ട്. വിവിധ ജില്ലകളിൽ, അതായത് 14 ജില്ലകളിലും അപേക്ഷകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം അപേക്ഷ വയ്ക്കുന്ന, കൃത്യമായിട്ട് എല്ലാ രേഖകളും സമർപ്പിക്കുന്ന 5 ലക്ഷം പേർക്കായിരിക്കും ആദ്യഘട്ടത്തിൽ ഈ അവസരം നൽകുന്നത്. അപേക്ഷകരുടെ എണ്ണം കുറവാണ്. എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക, ആനുകൂല്യം വാങ്ങുക. മറ്റെന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്, മറുപടി ലഭിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ. ഇതുപോലുള്ള അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.